ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിവോ U10 അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 8 ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസണാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ U10 നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 6.35 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് 6.52 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. സോ ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ U10 ആണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് ഏകദേശം 81% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. രണ്ടിലും നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവോ U10 ലഭിക്കുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665 ആണ്. അതുപോലെ തന്നെ ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് ലഭിക്കുന്നത് മീഡിയാടെക് ഹീലിയോ A22 ആണ്. രണ്ട് ചിപ്സെറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665 ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. സോ ബേസ് വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവോ U10 ലഭിക്കുന്നത് 3GB റാം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ്. പക്ഷേ നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് 2GB റാം 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് 256GB വരെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. സോ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവോ U10 ട്രിപ്പിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറോട് കൂടി വരുന്ന മെയിൻ സെൻസർ, അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് 13 മെഗാപിക്സലിൻ്റെ f1.8 അപ്പർച്ചറോട് കൂടി വരുന്ന മെയിൻ സെൻസർ ലഭിക്കുന്നുണ്ട്. 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസറുമാണ് ലഭിക്കുന്നത്. സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണുകളിലും 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അത് രണ്ടിലും വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും രണ്ട് സ്മാർട്ട് ഫോണുകളിലും 5000 mAh ആണ് ബാറ്ററി. പക്ഷേ നമ്മുടെ വിവോ U10 നമുക്ക് 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് മൈക്രോ USB പോർട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നത്. സോ വിവോ U10 പ്രൈസ് വരുന്നത് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 3GB റാം ആൻഡ് 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് 8990 രൂപയും, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 8 നമുക്ക് 2GB റാം ആൻഡ് 32GB വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് 6999 രൂപയുമാണ്. സോ നമ്മൾ ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ വിവോ U10 അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവോ U10 ആണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണുകളും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ നമ്മുടെ വിവോ U10 ആണ് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിവോ U10 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലും കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ വിവോ U10 ആണ്. പക്ഷേ 2000 രൂപയോളം പ്രൈസ് കൂടുതലാണ് നമ്മുടെ വിവോ U10. സോ ഇതൊക്കെയാണ് നമ്മുടെ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ സ്പെസിഫിക്കേഷൻസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.